നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇത് പാർട്ട് 7 ആണ്. പാർട്ട് 6 വരെയുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? സെറിബെല്ലം ശരീരത്തിൻ്റെ തുലന നില പരിപാലിക്കുന്നു, അത് ശരിയാണ്. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം, ഇത് രണ്ടും ശരിയാണ്. ബാക്കി രണ്ടെണ്ണവും തെറ്റാണ്. അപ്പം തെറ്റായിട്ടുള്ളത് 3ഉം 4ഉമാണ്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? എ നിശാന്തത, അത് ശരിയാണ്. B1 അനീമിയ തെറ്റാണ്. B1 ബെറിബറിയാണ്. B9 അനീമിയ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. വൈറ്റമിൻ ഡി റിക്കറ്റ്സ് കറക്റ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസ് ആണ്. ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു വൈറസ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമയൊക്കെ ശ്വാസകോശ രോഗങ്ങളാണ്. ഉയർന്ന രക്തസമ്മർദ്ദം മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. ബാക്കിയെല്ലാം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ഇതിൽ കറക്റ്റ് ആൻസർ എലിപ്പനിയും ഡിഫ്തീരിയയാണ് ബാക്ടീരിയ രോഗങ്ങൾ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നയനാമൃതം പദ്ധതിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം പദ്ധതി. അടുത്തത്. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ SPI? വരൾച്ചയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 മാത്രം. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? IIT ബോംബെ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെയിലാണ്. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര്? കാറ്റലിൻ കാരിക്കോയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി കാറ്റലിൻ കാരിക്കോയാണ്. അടുത്തത്. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയ ഉദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? കൻഹ ദേശീയോദ്യാനം, ഹെമിസ് ദേശീയോദ്യാനം, കുനോ ദേശീയോദ്യാനം, ബന്ദിപ്പൂർ ദേശീയോദ്യാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കുനോ ദേശീയോദ്യാനമാണ്. അടുത്തത്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം, ഹൃദ്യം, ബാലമുകുളം, താലോലം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ഇൻസുലിൻ ഗ്ലൂക്കഗോൺ ശരിയാണ്. കാൽസിറ്റോണിൻ പാരാതെർമോൺ ശരിയാണ്. തൈമോസിൻ തൈറോക്സിൻ ഇത് തെറ്റാണ്. സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് ഇതും ശരിയാണ്. അപ്പം പരസ്പര വിരുദ്ധമായി നിൽക്കുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം? പക്ഷാഘാതം, ഫാറ്റി ലിവർ, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം.
കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ജീവകം എ, ഡി, സി, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലഭിക്കുന്നവ. തെറ്റാണ്. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ഇതാണ് ശരിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം തെറ്റാണ്. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ജീവകം കെയുടെ കുറവ് മൂലം സ്കർവി ഉണ്ടാകുന്നത്. തെറ്റാണ്. ജീവകം സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം എ സഹായിക്കുന്നു. തെറ്റാണ്. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ജീവകം ഡി ആണ്